നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. ഒടുവിൽ വി രാജേഷും ടോംസിനും മുന്നിലെത്തി കലിതുള്ളി പ്രസംഗം നടത്തി രാജേഷ് മടങ്ങി. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം. ആരെങ്കിലും ഇല്ലേ നാരായണ? സമരക്കാരുടെയൊക്കെ ആവശ്യം നിങ്ങൾക്കൊക്കെ അനാവശ്യമായിരിക്കുമെന്നും രാജേഷ്. നിങ്ങൾ കേസെടുക്കണം. നിങ്ങൾ എന്തിനാ അറയ്ക്കുന്നത്? അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. എല്ലാവരെയും നിർത്തിപ്പോരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ചിത്രകാരൻ ഇരുത്തിപ്പോരിച്ചു. ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കാം. എന്നിട്ടും സ്ഥിരം ഐറ്റം മാറ്റാതെ സി രവീന്ദ്രനാഥ്. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. ഇവിടെ നിന്ന് എത്ര പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്? ചോദ്യം ചോദിക്കല്ല, പഠിക്കില്ല. സ്വന്തം നാട്ടിൽ കുടിശാല വരാൻ കുടിയന്മാരുടെ കൂട്ടസമരം. 6 മണി നേരമയാൽ കിടക്കപ്പയ്യോട്ടും നേരെ ബാറിലേക്ക് ഞാനോട്ടും. മദ്യം എങ്ങനെ കുടിക്കാമെന്നത് തങ്ങളെ ആരും പഠിപ്പിക്കേണ്ടെന്നും കുടിയ സംഘം. അതിന്റെ മീതയിലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ കീഴിലുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളിൽ പ്രതിപക്ഷങ്ങളുടെ പ്രതിപക്ഷമാവുകയാണ് BJP. അതിൽ തന്നെ വി രാജേഷിനെ നോക്കൂ. എന്താ ചോരത്തിളപ്പ്! ടെലിവിഷനിൽ മാത്രം കണ്ട കോട്ടയത്തെ ടോംസ് കോളേജിന് മുന്നിലാണ് രാജേഷ് എത്തിയിരിക്കുന്നത്. കുറേ ദിവസമായി 4 പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ അത് തീർക്കാൻ വിചാരിച്ചു. പിണറായിയുടെയും കോടിയേരിയുടെയും SFIയുടെയും എല്ലാം ചെവി പൊത്തിക്കോ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം. ആരെങ്കിലും ഇല്ലേ നാരായണ? നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെയായി. ആ പ്രിൻസിപ്പൽ പ്രേമിച്ച കല്യാണം കഴിച്ചത്. അവിടുത്തെ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ആരോപണം പ്രിൻസിപ്പളുടെ മകൻ പ്രേമിക്കുന്ന കുട്ടി ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ പ്രേമത്തിന് പിന്തുണയ്ക്കുന്ന പ്രിൻസിപ്പളാ. ഞാൻ പറയട്ടെ, ഇതൊക്കെ തന്നെ ഈ പ്രിൻസിപ്പളോ ടോംസോ ഒക്കെ ജനിക്കുന്നതിന് മുൻപേ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള പ്രേമമൊക്കെ തുടങ്ങിയതാ. അതൊന്നും നിങ്ങളൊന്നും വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. ഓരോരുത്തർക്കും 18 വയസ്സ് കഴിഞ്ഞ ഓരോ കുട്ടിക്കും അറിയാം അവർ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണ് നിലനിർത്തേണ്ടത്, ആരെയൊക്കെയാണ് അവർ ബന്ധപ്പെടുത്തി അവർക്ക് വ്യക്തിപരമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ. ഇതൊക്കെ അവർക്കറിയാം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. അല്ലെങ്കിൽ അവരുടെ കുടുംബമുണ്ട്, അവർ നോക്കിക്കൊള്ളും. ഇന്ത്യൻ ഭരണഘടനയുണ്ട്. അതിലപ്പുറം എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഭരണഘടന ഇവിടുത്തെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുവാനുള്ള അവസരം നൽകുന്നുണ്ട്. അതൊക്കെ ടോംസ് ഇതിലൊന്നും തന്നെ ഇടപെടാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികൾ കേരളത്തിലെ കോളേജുകളിൽ നടക്കുമ്പോഴേക്കും ഇരട്ടച്ചങ്ക് പരട്ടച്ചങ്കൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി മിണ്ടാട്ടമില്ലാതെ സൂട്ടും കോട്ടും ഇട്ട് വിദേശ രാജ്യങ്ങൾ കറങ്ങി നടക്കുകയാണ്. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായട പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. ഇതൊരു സന്ദേശമാണ്. കേരളത്തിലെ ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ മാനേജ്മെന്റുകൾക്ക് നൽകുന്ന സന്ദേശമാണ്. നിങ്ങൾ എന്തോ ചെയ്തോ? നിങ്ങൾ ലേഡി ഹോസ്റ്റൽ വാർത്തനയാക്കണ്ട. നിങ്ങൾ 12 മണിക്ക് പുരുഷന്മാർ പോയിട്ട് പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്തോ? അവരെ നിങ്ങൾ അവരുടെ നൈറ്റ് ഡ്രസ്സിൽ നിങ്ങൾ കണ്ടോ? അവർക്ക് ഇന്റേണൽ മാർക്കിന്റെ പേര് പറഞ്ഞ് അവരെ പീഡിപ്പിച്ചോ? അവർ താടി വളർത്തിയാൽ ഫൈൻ അടിച്ചോ? താടി വളർത്തിയില്ലെങ്കിൽ ഫൈൻ അടിച്ചോ? അവരെന്ത് ചെയ്താലും നിങ്ങൾ ഫൈൻ അടിച്ചോ? അവർ ആത്മഹത്യ ചെയ്യട്ടെ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. പകരം ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നിങ്ങൾ അവിടെ ജോലി കൊടുത്താൽ മതി. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും നിങ്ങൾ ഞങ്ങളുടെ AKG സെന്ററിലേക്ക് പണം കൊണ്ട് തട്ടിത്തന്നാൽ മതി. നിങ്ങൾ എന്തോ ചെയ്തോ, ഞങ്ങൾ തിരിഞ്ഞു നോക്കുകയില്ല എന്നൊരു സന്ദേശം കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. നാരായണ, ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ ജോലി എന്താ? ഈ പൂരപ്പറമ്പിൽ പൂരം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോഴേക്കും പൊട്ടാതെ കിടക്കുന്ന പടക്കെടുത്ത് പൊട്ടിക്കാൻ വേണ്ടി കുട്ടികൾ വരുന്നത് പോലെ BJP സമരം ചെയ്തിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വന്ന് മറുപടി പറയുക കോടിയേരി ബാലകൃഷ്ണന്റെ ജോലി. നാരായണ, തന്നെ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. ആന
പോയതിനു ശേഷം പിണ്ടം പറക്കാൻ വേണ്ടി ചിലർ പറയാറുണ്ട്. അതുപോലെ പേരൂർക്കട BJP സമരം ചെയ്ത് പോയതിനു ശേഷം മുരളീധരൻ അടുത്ത സമര രംഗത്തേക്ക് പോയപ്പോ ഒന്ന് മുരളീധരന് മറുപടി പറയേണ്ട പരമഗതികെട്ട ഒരവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി, പ്രത്യേകിച്ചും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ജനാധിപത്യ കേരളത്തിൽ പിന്തുടരുന്ന ജനകീയ വിരുദ്ധ നിലപാടുകളുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും കേരളത്തിൽ ഒറ്റപ്പെടേണ്ടി വരുന്നത്. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, ഈ ഗവൺമെന്റിനോട് ഞാൻ പറയുന്നു, നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയത് ടോംസ് അല്ല, നെഹ്റു കോളേജിന്റെ കൃഷ്ണദാസ് അല്ല, ലക്ഷ്മി നായരല്ല. നിങ്ങളെ അധികാരത്തിലെത്തിയത് ഈ സംസ്ഥാനത്തിലെ പാവപ്പെട്ടവരായ ലക്ഷക്കണക്കിന് വന്ന സാധാരണക്കാരാണ്, സഖാക്കന്മാരാണ്. അവരുടെ മക്കളാണ് ഈ കോളേജിൽ പഠിക്കുന്നത്. ഈ കോളേജിൽ അവരുടെ മക്കൾ പഠിക്കുമ്പോൾ അവരുടെ മക്കളെ കാണാൻ വേണ്ടി രാത്രി 12 മണിക്ക് വാതിലുകൾ മുട്ടിവിളിച്ച് ടോംസ് ചെല്ലുമ്പോൾ ആ ടോംസിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നാൽ മിസ്റ്റർ പിണറായി വിജയൻ, താങ്കളുടെ ശരീരത്തിലോടുന്ന ചോരയുണ്ടല്ലോ, ആ ചോര ഉണ്ടാക്കിയ സഖാക്കന്മാരുടെ ശാപം നിങ്ങൾ കേൾക്കേണ്ടി വരും. നാരായണ, തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയൊരാളല്ലേ, മിലിറ്ററി. ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് അവരോടൊപ്പം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാരുടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസുകാരെ ബഹുമാനിക്കും. പോലീസുകാർ ടോംസിന്റെ സേവകരായും അവന്റെ വസ്ത്രം നനയ്ക്കുവാനും നിന്ന് കഴിഞ്ഞാൽ പോലീസിനെ കൊണ്ട് നിങ്ങളുടെ പണി ഞങ്ങൾ എടുപ്പിക്കുമെന്നാണ് നിങ്ങൾ പറയാനുള്ളത്. അയാളെ അറസ്റ്റ് ചെയ്യണം, അയാളെ ചോദ്യം ചെയ്യണം, അയാളെ നിയമ നടപടിക്ക് നിങ്ങൾ വിധേയമാക്കണം. ആരും നിങ്ങളുടെ കൈകൂട്ടി കെട്ടാൻ വരികയില്ല. നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കും. അല്ലെങ്കിൽ അടുത്ത ഞങ്ങൾ വിചാരണ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സാർ. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാകും. പരസ്യമായി നിങ്ങൾക്ക് ചെരുപ്പ് മാറിയിടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവും. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തും. ഇത്രയും ദിവസം നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇത്രയും ദിവസം നിങ്ങൾ അയാളെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ ഇത്രയും ദിവസം അദ്ദേഹത്തെ അവരെ നിയമത്തിന്റെ മുൻപിൽ ഹാജരാക്കിയിട്ടില്ല. അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഒരു സൈക്കിളിൽ ലൈറ്റ് ഇല്ലാതെ പോയാൽ പിടിച്ചു നിർത്തും. ഒരു പാവപ്പെട്ടവൻ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയാൽ പിടിച്ചു നിർത്തി 500,000 രൂപ നിങ്ങൾ പെറ്റിയടിക്കുമല്ലോ. എന്തൊരു ഊക്ക! ചാടി വീണ് 5ഉം 8ഉം പോലീസുകാർ ചാടി വീണ് വളവിലിരുന്നാ പിടിക്കുന്നത്. എന്തേ? ഇവിടെ ഈ തോന്നിയാസം കാണിച്ച ഈ ടോംസിനെ പിടിക്കാൻ വേണ്ടി എന്താ നിങ്ങളുടെ കൈ മാങ്ങ പറിക്കാൻ പോയിരിക്കുകയാണ്? പിടിക്കണം. പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പിടിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ടോംസ് അല്ലല്ലോ. ടോംസ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസ വെച്ചല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് AKG സെന്ററിൽ നിന്നോ ഇന്ദിരാഭവനിൽ നിന്നല്ലോ. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന സാധാരണക്കാരൻ നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്. എങ്കിൽ ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ ഇദ്ദേഹത്തിനെതിരെ പരാതികൾ തന്നിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന ആൺകുട്ടികൾ പരാതി തന്നിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പരാതി തന്നിട്ടുണ്ട്. ആ പരാതിയിൽ പലതും നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നോൺ ബെയിലബിൾ, ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വകുപ്പുകൾ ചേർക്കാം. ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് എതിരെ അവരുടെ മാനത്തിന് ഹാനി വരും എന്നുള്ള രീതിയിൽ ആംഗ്യം കൊണ്ടോ ഭാഷ കൊണ്ടോ മറ്റേതെങ്കിലും ഒരു ചേഷ്ട കൊണ്ടോ അങ്ങനെ അവരുടെ മാനത്തിന് ഹാനി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പുകൾ, നിർദ്ദിഷ്ട വകുപ്പുകൾ അനുസരിച്ച് കേസ് എടുക്കണമെന്നാണ് പോലീസ് ട്രെയിനിങ് കോളേജുകളിൽ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോളേജ് നിൽക്കുന്ന പരിധി വരുന്ന പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും DYSPയും ഒക്കെ തന്നെ ഈ പാഠങ്ങൾ പഠിപ്പിച്ചപ്പോഴേക്കും അവിടെ നിന്ന് ഉറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, മലയാളത്തിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡിന്റെ പുസ്തകമുണ്ട്. അത് വാങ്ങിച്ചൊന്ന് വായിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. സൗജന്യമായിട്ട് വേണമെങ്കിൽ ഇന്ന് ഇവിടുത്തെ DYSP ഓഫീസിലേക്ക് ഒരു പുസ്തകം ഞങ്ങൾ എത്തിച്ചേരാം. നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ കേസെടുക്കണം. നിങ്ങൾ എന്തിനാ അറയ്ക്കുന്നത്? അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. കേരളത്തിൽ കള്ള് കച്ചവടക്കാരനും കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നവരും ഇതുപോലെ തന്നെ പെൺകച്ചവടം നടത്തിയിരുന്നവരുമൊക്കെ തന്നെ കൂടുതൽ ലാഭമുണ്ടാക്കുവാനുള്ള ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ട് സ്വാശ്രയ മേഖലയിൽ പണം മുടക്കിയപ്പോഴേക്കും കേരളത്തിൽ മാറി മാറി വന്ന 2 ഭരണകൂടങ്ങളും ഇവരുടെയൊക്കെ മുമ്പിൽ മുട്ടിലിഴയുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുട്ടിലിഴയുകയായിരുന്നു. എവിടെ പോയി SFI? എവിടെ പോയി? ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞിരുന്നവർ, ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴേക്കും SFIയെ കുറിച്ച് വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. SFI പ്രവർത്തകർ തോക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ, ചോരച്ചാലുകൾ നീന്തിക്കയറിയ ധീരന്മാരുടെ പ്രസ്ഥാനം. ഇന്ന്
ഈ കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ ഒരു SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൊടുത്തപ്പോഴേക്കും ആ സംഘടന മുദ്രാവാക്യം ഇന്ന് വിളിക്കുന്നത് തിരുവനന്തപുരത്ത് ഞാൻ കേട്ടു, സാരിത്തുമ്പിൽ തൂങ്ങി മരിച്ച, മീഞ്ചാറിൽ മുങ്ങി മരിച്ച ചതിയന്മാരുടെ പ്രസ്ഥാനം എന്നാണ് ഇന്ന് SFIയെ കുറിച്ച് വിളിക്കുന്നത്. എവിടെ പോയി സ്വന്തം ഏറാൻ മൂളികളെ, നട്ടല്ലില്ലാത്ത കുട്ടിക്കുരങ്ങന്മാരെ ആ സംഘടനയുടെ തലപ്പത്ത് വെച്ചുകൊണ്ട് താൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴേക്കും കേരളത്തിൽ ഒരൊറ്റ സമരവും നടക്കരുത്, വിദ്യാർത്ഥി സമരവും നടക്കരുത് എന്ന് ആഗ്രഹിച്ച പിണറായി വിജയൻ തങ്ങളെ ബന്ധ്യം കരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം SFIയുടെ പാവപ്പെട്ട കുട്ടികൾ അറിഞ്ഞില്ല. എന്താ ചെയ്തത്? ലക്ഷ്മി നായർ മൂക്ക് വിളിച്ചപ്പോഴേക്കും അങ്ങോട്ട് പോയി ഒരു കരാറിൽ ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വിജയിച്ചു എന്ന്. ഈ കുട്ടികൾക്ക് ഒരു ദിവസം പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഇവർക്ക് നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കണം. കാരണം ഈ കോളേജിന് അഫിലിയേഷൻ കൊടുത്ത അവരല്ല, നിങ്ങളാണ്. ഈ കോളേജിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത നിങ്ങളാണ്. അപ്പോൾ പകുതി വഴിയിൽ വെച്ച് പഠനം മുടങ്ങുമ്പോഴേക്കും അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. ഈ രക്ഷകർത്താക്കളുടെ എല്ലാ ആവലാതികളും പരാതികളും കേൾക്കണം. ഇതൊരു സൂചനയാണ്. ഞങ്ങൾ നെഹ്റു കോളേജിലും ടോംസ് കോളേജിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കോളേജുകളിലേക്കും ഞങ്ങളുടെ പ്രവർത്തകർ, ഓരോ നേതാക്കന്മാരെ ഓരോ കോളേജിന്റെ ചുമതല കൊടുത്ത് ഞങ്ങൾ സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നേരിന്റെ വഴിയാണെങ്കിൽ നേരിൽ, അല്ല എന്നുണ്ടെങ്കിൽ ജയിലായാലും ലാത്തിയായാലും ജലബീരങ്കിയായാലും തോക്കായാലും കാണാൻ വേണ്ടി കൂടുതൽ കരുത്തോടെ കൂടുതൽ എണ്ണത്തോടെ ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വരുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഈ നാരായണം നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. കേട്ടല്ലോ രാജേഷിന്റെ തിളപ്പ്. സംസ്ഥാന സർക്കാരാണ് ഇതുവരെ ഇവിടെ സംഭവിച്ച പ്രശ്നങ്ങൾക്കൊക്കെ എല്ലാം കാരണമെന്ന് ഇത് കേട്ടാൽ തോന്നിപ്പോകും. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ രവീന്ദ്ര മാഷും ചിത്രപ്പണിയും.